ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു കട്ട്ലറ്റാണ്. ബീഫ് വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ബീഫ് കട്ട്ലറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 350 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഇതിൻ്റെ അകത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 6 മുതൽ 7 വിസിൽ വരുന്നിട വരെ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞ് ഇതിനകത്ത് വെള്ളം കാണും, അതെല്ലാം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. വറ്റിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തിൽ എല്ലെല്ലാം മാറ്റിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ കഴിയുന്നത് എല്ലില്ലാത്ത പീസ് എടുക്കുക, എല്ലുണ്ടെങ്കിൽ മാറ്റിയിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു മീഡിയം സൈസ് ഇഞ്ചി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊരു ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, അതായത് വലിയ ജീരകത്തിൻ്റെ പൊടി. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്താലും മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിട വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് അരച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചുടച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച് ഉടച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ ഒത്തിരി കൂടിപ്പോരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒത്തിരി ആകും, എല്ലാം സോഫ്റ്റായി പോവും. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കൈവച്ച് തന്നെ മിക്സ് ചെയ്തിട്ട് ആ മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കണം. അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അതിലേക്ക് വേണ്ടത് 2 മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ള എടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് മാറ്റി വെക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് കൂടെ വേണം. ഞാനിവിടെ 2 കപ്പ് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കട്ട്ലറ്റിൻ്റെ മിക്സിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ ഉരുട്ടിയിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. അതിന് ശേഷം മുട്ടയുടെ വെള്ളയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസ് ഇട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എണ്ണ ഇടുമ്പോൾ അതിൻ്റെ ബ്രെഡ് ക്രംസൊക്കെ ലൂസായി പോവും, എണ്ണയിലോട്ടൊക്കെ ഒത്തിരി ആവും. ഇനി ഇത് നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് വെളിയിലൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 2 സൈഡും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിട വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ കളറൊക്കെ വരുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്